ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചിരിക്കാനും ചിരിപ്പിക്കാനും വേണ്ടിയുള്ള ഒരു അടിപൊളി കാര്യമാണ് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ റെഡിയായിക്കോളൂ. ആർ ഇതെന്താ സംഭവം എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നേ? ഒരു കടൽ കൊള്ളക്കാരന്റെ സൗണ്ട് പോലെയുണ്ട് അല്ലേ? അതെ, പക്ഷേ ഈ ഒരു ശബ്ദത്തിന് ഒരു പ്രത്യേക ദിവസവുമായിട്ട് വലിയൊരു ബന്ധമുണ്ട്. എന്താണെന്നല്ലേ നമുക്ക് നോക്കാം. അപ്പോ നമ്മൾ ഈ കേട്ട ശബ്ദമില്ലേ, അതാണ് ശരിക്കും ഒരു അന്താരാഷ്ട്ര ദിനാചരണത്തിന്റെ ഹൈലൈറ്റ്. വളരെ രസകരമായ ഒരുപാട് ചിരികൾ നിറയ്ക്കുന്നൊരു ദിവസം. ആ ദിവസത്തിന്റെ പേരാണ് ഇന്റർനാഷണൽ ടോക്ക് ലൈക്ക് എ പൈറേറ്റ് ഡേ. എല്ലാ വർഷവും സെപ്റ്റംബർ 19-നാണ് കേട്ടോ ഇത് ആഘോഷിക്കുന്നത്. ലോകം മുഴുവനുമുള്ള ആളുകൾ ഇതൊരു ഫൺ ഡേ ആയിട്ട് കൊണ്ടാടുന്നു. അപ്പോൾ ഈ ദിവസം എന്താ ചെയ്യേണ്ടതെന്നല്ലേ? സംഭവം സിമ്പിളാണ്. കടൽ കൊള്ളക്കാരെ പോലെ തമാശയായിട്ട് സംസാരിക്കുക, നമ്മുടെ ടെൻഷനൊക്കെ അങ്ങ് മാറ്റിവെച്ച് കുറച്ചു നേരം ചിരിക്കുക, കൂടെയുള്ളവരെ ചിരിപ്പിക്കുക, അത്രയുള്ളൂ. അപ്പോൾ കേൾക്കുമ്പോൾ നല്ല രസമുണ്ടല്ലേ? ഇതിലെങ്ങനെയാ പങ്കെടുക്കുക എന്നാണോ? സിമ്പിളാണ്, ഞാൻ പറഞ്ഞുതരാം. 2 വഴികളുണ്ട്. ഒന്നുകിൽ ആ ദിവസം മുഴുവനും ഒരു പൈറേറ്റിനെ പോലെ അങ്ങ് സംസാരിക്കുക, കൂട്ടുകാരെയൊക്കെ ഞെട്ടിക്കുക, അല്ലേ? പിന്നെ സോഷ്യൽ മീഡിയയിൽ പൈറേറ്റ് മീമുകളും തമാശ പോസ്റ്റുകളുമൊക്കെ ഷെയർ ചെയ്തും ഇതിന്റെ ഭാഗമാകാം. അപ്പോൾ തുടങ്ങാനൊരു ചെറിയ മടിയുണ്ടെങ്കിൽ ഒരു പേടിയും വേണ്ട. നമുക്ക് കുറച്ച് ക്ലാസിക് പൈറേറ്റ് ഡയലോഗുകൾ വെച്ച് തന്നെ തുടങ്ങാം. ഇത് കേട്ടാ മതി, ചുറ്റുമുള്ളവർ ചിരിച്ചു തുടങ്ങും, അത് ഗ്യാരണ്ടിയാണ്. ഒന്നാമത്തേത് നമ്മുടെ ഈ സിഗ്നേച്ചർ ഡയലോഗ് തന്നെ, അററർ. എന്തു പറയുമ്പോഴും ഇതിന്റെ കൂടെ ഒരു അററർ ചേർത്താൽ മതി. സന്തോഷം വരുമ്പോ, ദേഷ്യം വരുമ്പോ, അത്ഭുതം തോന്നുമ്പോ എല്ലാത്തിനും ഇത് യൂസ് ചെയ്യാം. അടുത്തത് ക്യാപ്റ്റൻ. നിങ്ങളുടെ ഫ്രണ്ടിനെ, കൂടെ ജോലി ചെയ്യുന്ന ആളെ, എന്തിന് വീട്ടിലെ പെറ്റിനെ വരെ ഒരു പ്രത്യേക ഈണത്തിൽ ക്യാപ്റ്റൻ എന്ന് വിളിച്ചു നോക്കിക്കേ, സംഭവം കളറാവും. ഇനി നിങ്ങളുടെ ഗ്യാങ്ങിനെ ഒന്നിച്ചാണ് വിളിക്കുന്നതെങ്കിലോ, അപ്പോൾ പറയാം, മൈ ഹാർട്ടീസ്, എന്റെ ചങ്കുകളെ എന്നൊക്കെ നമ്മൾ സ്നേഹത്തോടെ പറയില്ലേ, അതിന്റെ ഒരു പൈറൈറ്റ് വേർഷൻ. പക്ഷേ ഈ വാക്കുകൾക്കും സംസാര രീതിക്കുമൊക്കെ അപ്പുറം ഈ ദിവസത്തിന് വേറൊരു ലക്ഷ്യം കൂടിയുണ്ട്. ശരിക്കും അതാണിതിന്റെ ഏറ്റവും വലിയ കാര്യം. എന്താണെന്നല്ലേ? ചിരിക്കുക, ചിരിപ്പിക്കുക. അതെ, അതുതന്നെയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഫാമിലിയെയും ഒന്ന് ചിരിപ്പിക്കാനുള്ളൊരവസരം. ഈ ദിവസത്തിന്റെ ആ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് തന്നെ അതാണ്. ഇതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്കും ചെറുപ്പക്കാർക്കുമൊക്കെ ഈ ദിവസം ഭയങ്കര ഇഷ്ടമാവുന്നത്. അവർക്കിതൊരു അടിപൊളി ആഘോഷമാണ്. പ്രത്യേകിച്ചൊരു റൂൾസുമില്ല, ഇഷ്ടം പോലെ തമാശ പറയാം, ചിരിക്കാം. അപ്പോ ഇത്രയൊക്കെ കേട്ടില്ലേ? ഇനി നിങ്ങളുടെ ടേണാണ്. നിങ്ങൾ റെഡിയാണോ? അപ്പം ഞാൻ നേരെ നിങ്ങളോടാണ് ചോദിക്കുന്നത്, വരുന്ന സെപ്റ്റംബർ 19-ന് ഒരു ദിവസത്തേക്ക് ഒരു പൈറേറ്റ് ആകാനും ചുറ്റുമുള്ളവരുടെ മുഖത്തൊരു ചിരി കൊണ്ടുവരാനും നിങ്ങൾ റെഡിയാണോ? ഒരു കാര്യം ഓർക്കുക, ചിരിയാണ് ഏറ്റവും വലിയ നിധി. അപ്പോൾ ഈ സെപ്റ്റംബർ 19-ന് നമുക്ക് ആ നിധി ഒരുമിച്ച് കണ്ടുപിടിക്കാം, അല്ലേ? എല്ലാവർക്കും ചിരി നിറഞ്ഞൊരു ദിവസം ആശംസിക്കുന്നു. ഹൊറോ